ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളിൽ പലരും എന്ത് ചെയ്യുക, പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്ലൈ ചെയ്യുമ്പം അത് അവിടെ സബ്മിറ്റ് ആയോ എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം സ്ക്രീനിൽ വന്നിട്ട് അവിടെ അതിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കൂ. നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? അതിൽ പലർക്കും പല അശ്രദ്ധകളും വരുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും, പക്ഷെ അത് ആക്ച്വലി അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നിങ്ങൾ അത് നോക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയില്ല എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾ നോക്കുന്നുണ്ടാവുക, അല്ലെ? അപ്പൊ അതിൽ പി എസ് സിയുടെ സൈഡിൽ നിന്ന് അതിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇന്ന് പറയാനുള്ളത്. അതായത് അപേക്ഷിക്കുമ്പോൾ അശ്രദ്ധ പാടില്ല, ജാഗ്രത വേണം എന്നാണ് പി എസ് സി പറയുന്നത്. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻസിന് അപേക്ഷിക്കുമ്പോൾ ജാഗ്രതയോടുകൂടി ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ നിർദ്ദേശം ജാഗ്രതയോടെ വേണം എന്നാണ് പി എസ് സി നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ മാർഗരേഖ വ്യക്തമാക്കുന്ന വിശദീകരണക്കുറിപ്പ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പി എസ് സി അയച്ചു. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കാം. അപ്പൊ അതിലെന്താ കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് അതിലുണ്ടാവും. അപ്പൊ അത് കൂടാണ്ട് പി എസ് സിയുടെ വെബ്സൈറ്റ്, അതുകൂടാണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഉയർന്ന യോഗ്യതയുള്ളവർ പോലും അശ്രദ്ധയോടെയാണ് വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുന്നത് കമ്മീഷൻ പരിശോധന കണ്ടെത്തി. പ്രൊഫഷണൽ യോഗ്യതയുള്ളവരും ഇന്റർനെറ്റ് കഫേകളെയാണ് ആശ്രയിച്ചാണ് അപേക്ഷകൾ അയക്കുന്നത്. അതായത് പ്രൊഫഷണൽ യോഗ്യതയുള്ളവരും കൂടി ഇത് ഇന്റർനെറ്റ് കഫേകളെ ആശ്രയിച്ചിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് പലപ്പോഴും പിഴവുകൾക്ക് ഇടവരുന്നു. അതിനാൽ അപേക്ഷ പി എസ് സിക്ക് സ്വീകരിക്കാനാവാത്ത സ്ഥിതിയാണ്. അതായത് പിന്നീട് പരീക്ഷ നിശ്ചയിച്ച അഡ്മിഷൻ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോഴാണ് അന്വേഷണവുമായി പി എസ് സി സമീപിക്കുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുക, പി എസ് സിയുടെ സെർവറിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ പിന്നീട് അവസരം ലഭിക്കുകയില്ല. അതാണ് പറയുന്നത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതായത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും പി എസ് സി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അപേക്ഷയിൽ വിവരങ്ങൾ മുഴുവനായിട്ടും വായിച്ചു ഉറപ്പുവരുത്തണം. ഫോട്ടോയുടെ പുറത്ത് രേഖപ്പെടുത്തുന്ന പേരും പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള പേരും ഒരുപോലെ ആകണം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെയോ സ്കൂൾ പ്രവേശന രജിസ്റ്ററിലെ ജനനത്തീയതി തന്നെ പ്രൊഫൈലും ചേർക്കണം. ജനനത്തീയതി പ്രധാനപ്പെട്ടതായതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും രേഖപ്പെടുത്തിയതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയ ഗസറ്റ് വിജ്ഞാപനം ഹാജരാക്കിയാലേ സംവരണാനുകൂല്യം ലഭിക്കുകയുള്ളൂ. ജാതി, മതം, റിസർവേഷൻ എന്നിവ ശരിയാണോ എന്ന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉറപ്പാക്കണം. പിന്നെ സാമുദായിക സംവരണം, ഭിന്നശേഷി സംവരണം, സാമ്പത്തിക സംവരണം എന്നിവയ്ക്ക് അർഹതയുള്ളവർ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അവ പ്രൊഫൈലിൽ അവകാശപ്പെട്ടില്ലെങ്കിൽ ലഭിക്കില്ല. പിന്നെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ കാര്യങ്ങള്. പിന്നെ ജില്ലാതല നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജില്ല കൃത്യമാണോ എന്ന് പ്രിവ്യൂ നോക്കി ഉറപ്പുവരുത്തണം. കാരണം വെച്ചാൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അല്ലെ? പിന്നെ അപേക്ഷ സമർപ്പിച്ചാൽ ഒരു കാരണവശാലും ജില്ല മാറ്റാനാകില്ല. അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണമെന്നില്ല, നിങ്ങൾ എന്താ അതൊന്ന് സേവ് ചെയ്താൽ മതി. ഓക്കെ, സേവ് ചെയ്ത് വെക്കുക. അതായത് ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് അവിടെ എന്താ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എന്താ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അതൊരു പ്രൂഫ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിന് പ്രൂഫ്. അതാണ് ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കുക എന്നുള്ള രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ അവർ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആദ്യമായിട്ട് അപ്ലൈ ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരവരുടെ ഡോക്യുമെന്റ് അവിടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ആഡ് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്ക് ആഡ് ആക്കാം. ഓക്കെ, അപ്പൊ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ പലരും അശ്രദ്ധയോട് കൂടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ ഒരു നിങ്ങൾ കാറ്റുനോറ്റ് ഒരു എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറ്റുന്നുണ്ടാവും. എനിക്ക് അതേപോലെ തന്നെയാണ് കൺഫർമേഷൻ കൊടുക്കുമ്പോഴും. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അവിടെ കൺഫർമേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുകൂടാണ്ട് അത് അവിടെ പ്രൊഫൈലിൽ കയറിയിട്ട് എന്റെ കൺഫർമേഷൻ റിസീവ്ഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളെ സൈഡിൽ നിന്ന് അവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.